അമ്മ അതാ സംഭവം. അപ്പൊ ചേർന്ന് നിൽക്ക്, ഒരു ഫോട്ടോ എടുക്കാം. ഇങ്ങനെ ചേർന്ന് നിൽക്കാം. വൈഫ് 2. വൈഫൈ ഞാൻ നിൽക്കുന്നിടത്ത് 2 വൈഫൈ ഉണ്ട്. അതാ അല്ല ഇത് സംഭവമല്ല. നോക്കേടാ അത്. എടുക്കല്ലേ പണിക്കാരാ പണിക്ക് പോയി കഴിഞ്ഞാൽ പണിക്കാരോട് നമുക്ക് കാര്യം പറയാം. അച്ഛൻ സ്പീക്കർ ഇട്. ഹലോ ഹലോ ബാബുട്ടാ, നിങ്ങൾ എവിടാ? നിങ്ങളിത് എവിടെ ചെന്ന് കിടക്കുന്ന? എന്തോ ഒന്നും മിണ്ടാത്തേ ഏട്ടാ? ഹലോ പറയാനോ ഹലോ, നിങ്ങൾ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഇറങ്ങി പോയിട്ട് എവിടെ ചെന്ന് കിടക്കുന്നത്? ഹലോ, പിന്നെ നിങ്ങൾ വരുമ്പോഴത്തേക്ക് 2 കിലോ ഏത്തപ്പഴം വേണം, ഓറഞ്ച് വേണം, മുന്തിരി വേണം, ബദാം വേണം. ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരണം. പിള്ളേരോട് പോലെ ഒരു വാക്ക് പറയാതെ പോയിട്ട് കൊച്ചുങ്ങൾ ഇവിടെ കിടന്നങ്ങ് വിഷമിക്കുവാങ്ങ്. എന്ത് മക്കളെ, തന്റെ കുഞ്ഞുവാവ ഫോണിന് പിടിക്കുന്ന കൊടുക്കട്ടോ? പപ്പയ്ക്ക് ഉമ്മ കൊടുക്കളെ. അമ്മച്ചിട്ട് ചക്കര പഞ്ചാര പുന്നാരി കൊടുക്കട്ടെ? ഉമ്മ കൊടുമോനെ. എടി ചിഞ്ചുവ ഇങ്ങോട്ട് പാടുന്ന പപ്പ വിളിക്കുന്നടി. എടി ഉമ്മ കൂടി ഇങ്ങോട്ട് വന്ന്. പപ്പയ്ക്ക് തണ്ടടി വാ തുറന്ന് സംസാരിക്കാൻ പോലും പറ്റാൻ നിൽക്കുവാന്ന് തോന്നുന്നു. എടാ നന്ദൂട്ടാ, എടാ കണ്ണ, നീയൊക്കെ എവിടെ ചെന്ന് കിടക്കുന്നടാ? ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട്. എടാ പപ്പയ്ക്ക് ഉമ്മ കൊടുക്കടാ. പപ്പ വരുമ്പോ ഉണ്ടല്ലോ എനിക്ക് അൽഫാമും കുഴിമന്തി ഒക്കെ വാങ്ങിച്ചോണ്ട് വരണേ. പപ്പ ഇവിടെ വരുമ്പോ പപ്പയുടെ കയ്യിലെങ്ങാനും അതില്ലെങ്കിൽ പപ്പ ഞാൻ കടിച്ചു പറിക്കും. പറയുവാ ഞാൻ. മനുഷ്യ ഉമ്മ കോട്ട അങ്ങോട്ട്. കൊച്ചുങ്ങൾ കുറെ നേരം കൊണ്ട് ചോദിക്കുമല്ലോ അങ്ങോട്ട് എന്ത് വാങ്ങ്. ബാബുട്ടാ, പിള്ളേർക്കൊക്കെ അങ്ങ് വാരിക്കോരി അങ്ങ് കൊടുത്ത്. പിള്ളേരുടെ അമ്മയ്ക്കൊന്നും ഇല്ലയോ? ഒരു ഉമ്മ താ എനിക്കിവിടെ. ബാബുട്ടാ, ചേട്ടാ, ചേട്ടോ, കുട്ടിയുടെ കള്ള ഉമ്മ. എന്റെ അച്ഛൻ എന്തുവായിരുന്നത്? ആരാ നമ്മള്? എന്തുവായിരുന്നു? പറയാനാ? അയ്യോ ഉമ്മേ സ്റ്റക്കായടാ. ഞാൻ പോയിട്ട് പിന്നെ നിനക്കല്ല എനിക്കാ. ഞാനിന് കൊടുക്കട്ടെ. അതെല്ലാവർക്കും മനസ്സിലായി. അമ്മയ്ക്ക് തെറ്റ് മനസ്സിലായി. കൊടുക്കട്ടെ 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 കൊടുക്കട്ടെ. വിളിയണ വിളി, അവളെ വിളി. എനിക്ക് അവളോടൊന്ന് കാര്യം പറയണം. കമ്പ്യൂട്ടറിനോട് വഴക്കുണ്ടാക്കുന്നത്? എന്തിനാ കമ്പ്യൂട്ടറിനോട്? ഇപ്പോഴും വിട്ടില്ല. അതുകൊണ്ട് ഏന്ന് പറഞ്ഞോണ്ടിരിക്കാം. വിളി. ഹലോ, ആരടി നീ? ആരാടി നീ? നീ ആരാടി എന്റെ ഭർത്താവിന്റെ ഫോണിൽ എടുത്ത് വിളിക്കാന്? എടി, നിന്റെ ഭർത്താവ് ആവുന്നതിന് മുന്നേ അയാൾ എന്റെ ഭർത്താവായിരുന്നു. നിനക്കറിയാമോ? 28 വയസ്സ് പ്രായമായ ഒരു മോനും ഉണ്ടടി. നിനക്ക് ഒരു മോനല്ലേ ഉള്ളടി? എടി, എന്റെ 4 പിള്ളേരുടെ തന്ത അങ്ങനെ അറിയാമോ? എനിക്കൊരു അബദ്ധം പറ്റി. എന്റെ മോന്റെ ഒരു കാര്യത്തിന് ഞാനായിട്ട് അയാളെ വിളിച്ചു വരുത്തി. പക്ഷെ ഇപ്പൊ തന്നെ നീ ഇയാളെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോക്കണം. ആർക്ക് വേണം അങ്ങേരെ? എടി, ആർക്ക് വേണോടി അങ്ങേരെ? എനിക്കും എന്റെ പിള്ളേർക്ക് ഇനി അങ്ങേരെ വേണ്ട. എന്റെ ചെത്തിപ്പറിച്ച മുറ്റത്തെങ്ങാണ് ഇനി അങ്ങേര് വരാങ്ങി അങ്ങേരെ മുട്ടുകാലിയാ തല്ലി ഓടിക്കും. എന്റെ പിള്ളേരെ വളർത്താനേ എനിക്കറിയാം. എനിക്ക് അന്തസ്സുള്ളൊരു ജോലിയുണ്ട്. ഓടിക്കൂടെ സ്കോർ ചെയ്യുന്ന കേട്ടോടാ. മര്യാദയോടെ ഇറങ്ങി പൊക്കോണം. മര്യാദയോടെ ഇറങ്ങി പൊക്കോണം. പൊക്കോണം ഇവിടെ ഇറങ്ങി. അച്ചാച്ചി, അമ്മയ്ക്കും വേണ്ട, അമ്മയ്ക്കും വേണ്ട. അച്ചാച്ചി എന്തോ ചെയ്യും? നീ ഒരു ചൊല്ലി കേട്ടിട്ടില്ലടാ? എന്തുവാ? ഒന്നിപ്പഴിച്ചാ 3 തീരുവന്ന്. മൂളിപ്പാട്ട് പറഞ്ഞ എന്റെ തുറ പോകും. ഇവിടെ നല്ലൊരു കാര്യം നടക്കാൻ പോവാ. ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് മതി ബഹളമൊക്കെ. ആണോ? ഞാൻ ഗൗരിയോട് വിളിച്ച് പറയണ നിങ്ങളുടെ കല്യാണം 1 വർഷം കഴിഞ്ഞാൽ നടക്കത്തുള്ളൂ. ഈ കേട്ടിട്ടില്ലയോ? ഒരു വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മക്കളകർമ്മം നടക്കണമെന്നുണ്ടെങ്കിൽ 1 വർഷം കഴിയും. അത് നമ്മുടെ വീട്ടിൽ ആരും മരിച്ചില്ലല്ലോ. മരിച്ചില്ല. ഇപ്പൊ നിന്റെ തത്ത ഞാൻ കൊല്ലുമല്ലോ.